ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വാവച്ചിയും കൊണ്ട് അംഗൻവാടിയിലേക്ക് പോകുന്നൊരു വീഡിയോ ആക്കാമെന്ന് കരുതി. അപ്പം രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചു കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അംഗൻവാടിയിലേക്ക് വിടുന്നത് അവളെ. എന്തെങ്കിലും അവിടെ ഉണ്ടാവും കഴിക്കാൻ. പിന്നെ രാവിലെ ഒരു എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടേ വിടത്തുള്ളൂ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും അവൾക്ക് കറങ്ങുന്ന ഡ്രസ്സ് വേണം, അതുകൊണ്ട് പിന്നെ ഇന്ന് ഇത് തന്നെ ഇടാമെന്ന് കരുതി. പിന്നെ ഞാൻ അവൾക്കുള്ള മുടിയൊന്ന് കെട്ടി കൊടുക്കുന്നില്ല, ഒന്ന് ചീവി ഒതുക്കി ഒരു സ്ലൈഡ് മാത്രമേ കുത്തി കൊടുക്കുന്നുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ മുടി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ മുടി നനഞ്ഞു ഇരിക്കുന്ന മുടിയും കൂടെ ആയിട്ട് നന്നായിട്ട് വലിഞ്ഞിരിക്കും. അതുകൊണ്ട് മുടി കെട്ടണ്ടെന്ന് കരുതി. പിന്നെ ബേബിക്ക് ഡയപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പം ഡയപ്പർ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിടത്ത് വരെ പോകാനുണ്ട്, അതുകൊണ്ടാണ് ഡയപ്പർ ഇടുന്നത്. പകൽ നമ്മൾ ഡയപ്പർ ഇട്ട് കൊടുക്കത്തില്ല, രാത്രി മാത്രമേ ഡയപ്പർ ഇടത്തുള്ളൂ. പിന്നെ അവൾക്കുള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പുള്ളിക്കാരി അടങ്ങി നിൽക്കുവാണ്. ചിലപ്പം ഡ്രസ്സ് ഇടാൻ നേരത്തെ ഓട്ടമായിരിക്കും. അങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. കാലയിലും ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് ക്രീമൊക്കെ കയ്യിലും കാലയിലും ഇടാമെന്ന് കരുതി രണ്ടുപേർക്കും. പിന്നെ ഇനി അവൾക്ക് ഒരുക്കണം. സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാഗിനകത്ത്. വെള്ളവും സ്നാക്സ് അവർ കാപ്പി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും 2-3 ഇട്ട് വെക്കത്തേ ഉള്ളൂ, ഒരുപാടൊന്നും കൊടുത്തു വിടില്ല. എല്ലാം കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേനാണ് സ്നാക്സ് കൊടുക്കുന്നത്. അവർ ഉറക്കമൊക്കെ ഉണർന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് സ്നാക്സൊക്കെ കൊടുക്കുന്നത്. പിന്നെ കണ്ണൊക്കെ എഴുതി. അവൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ എഴുതുന്ന താഴെ എഴുതുന്നതൊന്നും അടങ്ങിയിരിക്കില്ല, അതുകൊണ്ട് ജസ്റ്റ് വാല് മാത്രമേ ഇട്ട് വെക്കത്തേ ഉള്ളൂ കണ്ണിൽ. പിന്നെ പൗഡർ ഇടാനും അടങ്ങിയിരിക്കത്തില്ല അവൾ. പിന്നെ ഞാൻ ഐലൈനർ കൊണ്ട് ഒരു പൊട്ട് വെച്ച് കൊടുക്കുവാണ്. സ്റ്റിക്കർ പൊട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഇളക്കിയിട്ടത് വായിലിടും ചിലപ്പോൾ, അതുകൊണ്ട് ഐലൈനർ കൊണ്ട് മാത്രം ഒരു പൊട്ടിട്ട് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ ബേബിക്ക് ഞാനൊരു കരിപ്പൊട്ട് വെച്ച് കൊടുത്തായിരുന്നു, അതിന് ഞാൻ ജസ്റ്റ് പൗഡർ ഒന്ന് തൊട്ട് കൊടുക്കുവാണ്, അത് പടർന്നു പോകാതിരിക്കാൻ. പിരിവും ഒന്ന് എഴുതാനായിട്ട് ചിലപ്പോൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിൽക്കില്ല. കരി പിന്നെ കണ്ണിലെഴുതാൻ ഒട്ടും സമ്മതിക്കില്ല. പിന്നെ അങ്ങനെ ഞാൻ നിർബന്ധിച്ച് എഴുതി കൊടുക്കത്തുമില്ല കണ്ണിൽ. അവൾക്ക് മുടി ഒതുക്കി കൊടുത്ത് ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുക അവിടെ, പൗഡറെല്ലാം കൂടെ തട്ടിക്കളഞ്ഞിട്ടത്. പിന്നെ നോക്കുന്നുണ്ട് ഞാൻ വഴക്ക് പറയുന്നുണ്ടോ എന്ന്. സ്ലൈഡൊന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ വെക്കില്ല, എല്ലാം എടുത്ത് കളയും തലേന്ന്. അങ്ങനെ ബാഗൊക്കെ തൂക്കി ഞങ്ങൾ അംഗൻവാടിയിലോട്ട് പോവുകയാണ്. രാവിലെ ചിലപ്പോൾ പറയും പോകുന്നില്ല എന്നൊക്കെ, പക്ഷെ ഒരുങ്ങി കഴിയുമ്പോഴത്തേനും അവൾ ഒന്നും പറയാതെ അംഗൻവാടിയിൽ പോവുകയും ചെയ്യും. അംഗൻവാടി എത്തിയപ്പോഴത്തേനും കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു എന്നതേക്കാട്ടിലും. പിന്നെ അവിടെ ചെന്ന് കസേരയിലൊക്കെ കയറിയിരുന്ന് ടീച്ചറൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ കണ്ടപ്പോഴത്തേന് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.